നമ്മളൊരു പ്രത്യേക സ്പോട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മന, പാലക്കാടിൻ്റെ സ്വന്തം മനയായ നമ്മുടെ വരിക്കാശ്ശേരി മനയിലാണ് നിൽക്കുന്നത്. ഒരുപാട് സിനിമകൾ പിറകെ കണ്ട മനയിൽ. അപ്പോൾ ഇന്ന് ഫുള്ള് വരിക്കാശ്ശേരി മനയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മനയുടെ നടുമുറ്റത്താണ്. ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. പിന്നെ ഇത് പത്തായപ്പുര, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ആ സൈഡ് ഒരു കുളവും അമ്പലവും അതിൻ്റെ ചുറ്റുപാടുമാണ്. ആദ്യം നമുക്ക് മെയിൻ എൻട്രൻസിൽ കയറി നോക്കാം. പോവാം. ഈ മനയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാതിലാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള മരം വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറണം. കയറി വരുമ്പോൾ തന്നെ നടുമുറ്റത്തേക്കാട്ടോ വരുന്നത്. ഇവിടെ വരുന്നവരെല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ സൈഡിലുള്ള പെയിൻറ്റിങ്സ് ആണ്. ഞാൻ കാണിച്ചത് എല്ലാവരും അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു പ്ലേസാണ്. നമുക്കിനി പോയി നോക്കാം. സിനിമയിൽ വെള്ളം മനയാണിത്. നമ്മുടെ വരിക്കാശ്ശേരി മന ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മനയാണ് കേട്ടോ. ഇത് നമ്മുടെ ആറാം തമ്പുരാൻ, ലാലേട്ടൻ്റെ പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഇവിടെ വെച്ച് തന്നെയാണ്. എന്ത് രസാൽ ഇത്രയും വർഷമായിട്ട് ഒരു കേടുപാടുകളും പറ്റാത്ത ഒരേ മനയാവും ചിലപ്പോൾ ഇത്. ഞാൻ കുറേ പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്, എന്നാലും മടുക്കാത്ത ഒരു മനയാണ്. എന്ത് വലിയ പത്തായപ്പുര നോക്കിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ പത്തായപ്പുരയൊക്കെ കാണുന്നത്. ഉണ്ടോ? കുറേ പേര് അതിൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഏത് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞു തോന്നുന്നു. കുറേ സെറ്റൊക്കെ ഉണ്ട്. അത് ആനേൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് മതിൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആന അവിടെ പുതിയ അവിടെ ബിൽഡിങ് ഇതായിട്ട് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലൊക്കെ തേച്ച് പുതിയതായിട്ട് പണിയാണ്. നമുക്കിനി പത്തായപ്പുരയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടുത്തെ കസവ് സാരിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നിരനിരയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? മയിലിൻ്റെ തുള്ളലിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ നിരനിരയായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്.
പല പല നിറത്തിലുള്ള സാരികൾ. ഇവിടെ നിന്നാണ് കേട്ടോ ഈ മനയിലൊരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി അപ്പുറത്ത് പോയിരുന്നു. എന്ത് രസമല്ലേ അവിടെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ. ഇത് നമ്മൾ പത്തായിപ്പുറം ഉള്ളത് അവിടെ ഒന്നും കുളം കാണില്ല, എന്നാലും ഇറങ്ങി പോലുള്ള വഴിയൊക്കെ കാണും. നല്ല രസമുണ്ടല്ലേ അവിടെ. ഇവിടെ നോക്കുമ്പോൾ എന്താ മല നോക്കി എന്ത് ഭംഗിയാ. മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് ഇവിടെ തന്നെ. മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ കുളം കാണാനായിട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഓ ഇതാ നല്ല വിശാലമായിട്ട് കുളം കിടക്കുന്നു. ഇവിടേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല ഇവിടെ. ഹായ് നല്ല കുളം. അപ്പൂസേ കുളം കണ്ടോ? കുളമൊക്കെ ഞാൻ കണ്ടു. മറ്റേ ഈ നമ്മുടെ പ്രേതം 2 സിനിമയിൽ ഈ കുളമൊക്കെ അല്ലേ കാണിക്കണേ. കമ്പിവേലി കെട്ടിക്കാട്ടോ ഇവിടെയൊക്കെ. വാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.